ഈ ലോകം മുഴുവൻ വിധി എഴുതി തള്ളിക്കളഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതായിരിക്കും. അത്ഭുത കാര്യങ്ങളുടെ ദേവനാണ് ഹനുമാൻ സ്വാമി. നടക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നേടാൻ സാധിക്കില്ല എന്ന് ഈ ലോകം മുഴുവൻ വിധി എഴുതി തള്ളിയ കാര്യവും നിങ്ങൾക്ക് ഭഗവാനുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത്ഭുതങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും വന്നുവിടുന്നതാണ്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഹനുമാൻ സ്വാമി നിമിത്തമാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ടാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ദുരിതവും തീർന്ന് ജീവിതത്തിൽ ഒരു സൗഭാഗ്യം പിറക്കാൻ പോവുകയാണ്. സാക്ഷാൽ ഹനുമാൻ സ്വാമി നിങ്ങൾക്കൊരു വരം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഹനുമാൻ രഹസ്യമാണ്. 5 കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരൊറ്റ കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കുക. എല്ലാം വേണ്ട, 5 എണ്ണത്തിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന, നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുന്ന രീതിയിലുള്ള ഒരൊറ്റ കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. ഈ ലോകം മുഴുവൻ വിധി എഴുതി തള്ളിക്കളഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതായിരിക്കും. അത്ഭുത കാര്യങ്ങളുടെ ദേവനാണ് ഹനുമാൻ സ്വാമി. നടക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നേടാൻ സാധിക്കില്ല എന്ന് ഈ ലോകം മുഴുവൻ വിധി എഴുതി തള്ളിയ കാര്യവും നിങ്ങൾക്ക് ഭഗവാൻ നടത്തിത്തരും. നീ നശിച്ചുവെന്ന്, നീ തീർന്നുവെന്ന് വിധി എഴുതിയ ലോകരുടെ മുന്നിൽ നിങ്ങളെ വാനോളം ഉയർത്തി എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഐശ്വര്യം കൊണ്ട് നിറയ്ക്കും ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത്ഭുതങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും വന്നുവിടുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങളിൽ ഏതാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യത്തെ കാര്യം, 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിൽ എന്നാണ് മൂലം നക്ഷത്രം വരുന്നതെന്ന് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കുക. ഒരു മാസത്തില് ഒരു മൂലം നക്ഷത്രം വരും. എല്ലാ മലയാള മാസത്തിലെയും മൂലം നക്ഷത്രം എന്നാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, വേറെ ഒന്നിനുമല്ല. ഈ മൂലം നക്ഷത്രം വരുന്ന ആ ഒരു ദിവസം വീട്ടില് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആ നിലവിളക്കിന്റെ മുന്നിൽ ചെയ്യണം. എന്നാണ് മൂലം നക്ഷത്രം വരുന്നത്, ആ ഒരു ഒറ്റ ദിവസം ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യാൻ പറയുന്നില്ല. മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വേണ്ടി മാറ്റി വെച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ 365 ദിവസവും ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും കൊണ്ട് നിങ്ങളുടെ ജീവിതം നിറയ്ക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാ മാസത്തിലെയും മൂലം നക്ഷത്രം വരുന്ന ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു സമയത്ത് ആ നിലവിളക്കിന് മുന്നിൽ അല്ലെങ്കിൽ നിലവിളക്കിന് അടുത്തായിട്ട് ഒരു ഹനുമാൻ സ്വാമിയുടെ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം വെച്ച് അതിനു മുന്നിൽ ഒരു വെറ്റില ദീപം തെളിയിക്കണം. എന്താണ് വെറ്റില ദീപം? വെറ്റില ദീപം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ഹനുമാൻ സ്വാമിയുടെ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം വിളക്കിനെടുത്ത് വെച്ച് അതിന്റെ മുന്നിൽ കിഴക്കോട്ട് തുമ്പ് വരുന്ന രീതിയിൽ ഒരു വെറ്റില വയ്ക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു വെറ്റില വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ വൃത്തിയാക്കിയ ഒരു വെറ്റില വെച്ച് ആ വെറ്റിലയുടെ മുകളിൽ ഒരു ചിരാത് വെച്ച് ആ ചിരാതില് നെയ്യൊഴിച്ച് തിരിയിട്ട് കിഴക്കോട്ട് തിരിയിട്ട് ആ വെറ്റില ദീപം തെളിയിക്കുക. മൂലം നക്ഷത്രത്തിലെ എല്ലാ മലയാള മാസവും വെറ്റില ദീപം തെളിയിക്കുക. ആ വീട് രക്ഷപ്പെട്ടിരിക്കും, തീർച്ചയായിട്ടുള്ള കാര്യമാണ്. കുടുംബത്തിലെ എല്ലാ ഐശ്വര്യവും വരും. ഈ വിളക്ക് കത്തിക്കുന്ന വ്യക്തിയുടെ ജീവിതം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറുന്നതായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇല്ലാതാക്കാൻ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ആ നിലവിളക്കിനെ തന്നെ ഹനുമാൻ സ്വാമിയായിട്ട് സങ്കല്പിച്ച്
നിങ്ങൾക്ക് വെറ്റില ദീപം തെളിയിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇരു കൈകളും കൂപ്പി ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഈ ഒരു മന്ത്രമാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഇത് 3 തവണ ചൊല്ലിക്കൊണ്ട് ആ വിളക്കിന് മുന്നിൽ, ആ വെറ്റില ദീപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഇരു കൈയും കൂപ്പി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തലവര തെളിഞ്ഞു എന്ന് പറയാം. ഒരൊറ്റ തവണ നിങ്ങൾ ആ വെറ്റില ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ മൂലം നക്ഷത്രത്തില് തെളിയിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും പമ്പ കടക്കും. ഇനി കണ്ടകശനിയാണെന്ന് പറഞ്ഞാൽ പോലും അത് പമ്പ കടന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തേടി വരുന്നതായിരിക്കും. ഒരൊറ്റ തവണ തെളിയിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കും. തുടർന്ന് വീണ്ടും തെളിയിക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കും. സമസ്ത ദേവീദേവന്മാരും ആ വീട്ടിൽ വന്ന് അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. ഹനുമാൻ പ്രീതി അത്രയും വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അല്ലെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി, പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി പറയുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഭഗവാനെ ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്, ഭഗവാനെ ഇതൊന്ന് നടത്തി കിട്ടണേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്യുക. വേറെ ഒന്നുമല്ല, ഒരു പുതിയ നോട്ട് ബുക്ക് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. സാധാരണ ഉപയോഗിക്കുന്ന 200 പേജിന്റെയോ മറ്റോ നല്ല ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുവരിക. ഇന്നേ ദിവസം മുതൽ, നിങ്ങൾ ഏത് ദിവസമാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ ദിവസം മുതൽ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ആ നോട്ട് ബുക്ക് തുറന്ന് ആ ബുക്കിൽ ശ്രീരാമജയം 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 എന്ന് 3 തവണ എഴുതുക. നിങ്ങൾ ഈ ഒരു കാര്യം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് തന്നെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് നടക്കുന്നതായിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന് എഴുതുക. ആ പുസ്തകം എഴുതി പൂർത്തിയാക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹം അതിന് എത്ര വലുതായാലും നിങ്ങൾക്കിത് നടന്നു കിട്ടും എന്നുള്ളതാണ്. ഇനി 3 തവണ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് 5 തവണ വെച്ചും എഴുതാവുന്നതാണ്. 7 വെച്ച് വേണമെങ്കിലും എഴുതുന്നതിൽ തെറ്റില്ല. 3, 5, 7 ഇങ്ങനെയാണ് സാധാരണയായിട്ട് എഴുതുന്നത്. ആ പുസ്തകം എഴുതി തീരുന്നതിന് മുൻപ് ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ഭഗവാൻ നടത്തി തന്നിരിക്കും. നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിച്ചിരിക്കും എന്നുള്ളതാണ് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി ഈ ഒരു പുസ്തകം നിങ്ങൾ പകുതി എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ പുസ്തകം മുഴുവനായിട്ടും എഴുതണം. അത് മുഴുവനായും എഴുതി പൂർത്തീകരിച്ച ശേഷം നിങ്ങൾ ആ പുസ്തകം നിങ്ങളുടെ വീടിനടുത്തുള്ള ആ ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ഏത് ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ഇത് സമർപ്പിക്കാവുന്നതാണ്. ഇനി ഇത് സമർപ്പിക്കാനായിട്ട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാലയും 5 നെയ്വിളക്കും ആ നടയ്ക്കൽ നടത്തുക. ഒരു വെറ്റിലമാല വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഹനുമാൻ സ്വാമിക്ക് ചാർത്തുക. 5 നെയ്വിളക്ക് രസീതാക്കി ഭഗവാന്റെ നടയ്ക്കൽ 5 നെയ്വിളക്ക് കൂടെ തെളിയിക്കുക. ഹനുമാൻ സ്വാമി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങളുടെ എത്ര വലിയ സങ്കടവും ഭഗവാൻ ആ ഒരൊറ്റ നെയ്വിളക്ക് എരിഞ്ഞു തീരുന്നതോടുകൂടി തീർത്തു തരും എന്നുള്ളതാണ്. ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച പോയി വെറ്റിലമാലയും നെയ്വിളക്കും സമർപ്പിച്ചാൽ നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ സങ്കടമായാലും എത്ര വലിയ ദോഷമായാലും ഭഗവാൻ അത് തീർത്തു തരും. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗമുണ്ടല്ലോ, ഈശാനകോൺ എന്ന് പറയുന്ന ഭാഗം. ആ ഈശാനകോണിൽ ഒരു മൂട് നല്ല നീല ശംഖുപുഷ്പം വളർത്തുക. ശംഖുപുഷ്പ ചെടി നീല തന്നെ വേണം, വെള്ളയല്ല. നീല ശംഖുപുഷ്പത്തിന്റെ ചെടി നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് നട്ടു വളർത്തി കഴിഞ്ഞാൽ ആ നീല ശംഖുപുഷ്പത്തിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകും, പെട്ടെന്ന് വളർന്നോളും. ആ ശംഖുപുഷ്പത്തിൽ വിടരുന്ന ശംഖുപുഷ്പ പൂവുണ്ടല്ലോ, വടക്ക് കിഴക്കേ ഭാഗത്ത് വളരുന്ന ആ ശംഖുപുഷ്പ പൂവ്
ഇറുത്തു കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ ശനിയാഴ്ച തോറും എല്ലാ ശനിയാഴ്ചയും നിലവിളക്കിന്റെ മുന്നിൽ വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ ആർക്കും ശനിദോഷം ഉണ്ടാകില്ല. ആർക്കെങ്കിലും ശനിദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശനിയുടെ ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും നിങ്ങൾക്കോ നിങ്ങളുടെ വീടിനോ ഏൽക്കില്ല എന്നുള്ളതാണ്. വീടിന്റെ വടക്ക് കിഴക്കാണ് സ്ഥാനം. അവിടെ ഒരു മൂട് ശംഖുപുഷ്പം നട്ടു വളർത്തുക. ഇതാണ് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം, എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് വീട്ടിലെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, അതല്ല ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുൻപായിട്ട്, രാവിലെ ശുദ്ധിയായി വന്ന് ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു മന്ത്രം എല്ലാവരും ചൊല്ലണം. ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഒരു വഴിക്ക് പോകുന്നത്, പ്രത്യേകിച്ചും ജോലിക്കൊക്കെ പോകുമ്പോൾ അത് ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നാൾക്ക് നാൾ ഉയർച്ചയായിരിക്കും ഉണ്ടാവുക. അവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് എല്ലാ നേട്ടങ്ങളും കൊയ്യാനായിട്ട് സാധിക്കും. ഏർപ്പെടുന്ന എല്ലാ കർമ്മ മേഖലയിലും എല്ലാ നേട്ടങ്ങളും ഉണ്ടാകും. ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ തഴച്ചു വളരും എന്നാണ് പറയുന്നത്. മന്ത്രം ഇങ്ങനെയാണ്: ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഈ മന്ത്രം മുന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മന്ത്രങ്ങൾ ദിവസവും നിങ്ങൾ രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും, ചിലത് ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരൊറ്റ കാര്യമെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സാധിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.